നമ്മുടെ നിലവിൽ ബ്രസീലിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. നെയ്മർ ജൂനിയർ ആ ഒരു ടീമിലെടുക്കാത്തതിന്റെ ഇഷ്യൂ നിലവിൽ നല്ലോണം അവിടെ ഉണ്ട്. അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നിലവിൽ ഇപ്പോൾ ബ്രസീലിന്റെ നാഷണൽ ടീം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നാഷണൽ രണ്ടായിട്ട് തരം തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, കാർലോ അൻസലോട്ടിയെ പിന്താങ്ങുന്ന ആ ഒരു പുള്ളിക്കാരന്റെ സിസ്റ്റത്തെ എന്താണ് ഓക്കെ ആണ് എന്ന് പറയുന്ന ഒരു കൂട്ടം പീപ്പിൾ. രണ്ടാമത്തെ പീപ്പിൾ നെയ്മർ എന്തായാലും വേണം എന്ന് പറയുന്ന പീപ്പിൾ. ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ റൊണാൾഡീനോയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു കാലം വെച്ചിട്ടാണെങ്കിലും നെയ്മർ ആ ഒരു വേൾഡ് കപ്പ് ടീമിൽ വേണം. നെയ്മർ ഇല്ലാത്ത ടീം എന്താണ് കളി കാണാൻ രസമില്ല. അതുപോലെ തന്നെ മറ്റുള്ള പ്ലേയേഴ്സിനേക്കാളും നെയ്മർ ബെറ്റർ പ്ലെയർ ആണ് ഈ ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള അവസ്ഥയിലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ റൊണാൾഡീനോ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൊണാൾഡീനോ ഇതിനു മുമ്പ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ കളി ഫുൾ മാച്ച് കാണാറില്ല, ഹൈലൈറ്റുകളാണ് കാണാറുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ കളിയിൽ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ നഷ്ടപ്പെട്ടു എന്നാണ് റൊണാൾഡീനോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റൊണാൾഡീനോ മുമ്പ് പറഞ്ഞു വെച്ച സംഭവമാണ് എന്റെ പിൻഗാമിയാണ് നെയ്മർ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രസീലിയൻ ലെജൻസ് നെയ്മറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നെയ്മർ ആ ടീമിൽ വരും എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് കാർലോ അൻസെലോട്ടി പൂർണ്ണ ഫിറ്റ് ആയ പ്ലേയേഴ്സിനെ മാത്രമേ ഉള്ളൂ ടീമിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു വാശിയിലാണ്. അത് ഒരുപാട് ആരാധകർക്ക് സങ്കടം തരുന്ന ഒന്നാണ്. കാരണം ഞാനൊരു നെയ്മർ ഫാനാണ്. നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട്. അതായത് കാർലോ അൻസെലോട്ടി ആ ടീമിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ബ്രസീലിന്റെ ആരാധകർ. കാരണം 2022 ടിറ്റെ പോയതിനു ശേഷം ബ്രസീലിന് ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഏത് കോച്ച് വന്നാലും നെയ്മർ ആ സമയത്ത് ഇഞ്ചേർഡ് ആയിരുന്നു. ബ്രസീലിന്റെ ടീമിനെ സേവ് ചെയ്യാൻ നെയ്മറും ഇല്ല. കോച്ചിനാണെങ്കിൽ 2-3 കോച്ച് വന്നു, ആർക്കും ഒരു ക്ലച്ചും ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിലാണ് കാർലോ അൻസെലോട്ടി ടീമിലേക്ക് വരുന്നത്. അപ്പോൾ നെയ്മറിനെ വെച്ച് കാർലോ അൻസെലോട്ടി എങ്ങനെ കണക്ക് കൂട്ടും എന്നുള്ളതായിരുന്നു. അതായത് നെയ്മർ, വിനി, റോഡ്രിഗോ തുടങ്ങിയ സംഭവങ്ങളായിരുന്നു ആരാധകർ ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം അതിന് ശേഷം ഒരു വട്ടം പോലും നെയ്മറിനെ ആ സ്കോഡിലേക്ക് എടുത്തിട്ടില്ല. ഇപ്പൊ ഇവൻ തോന്നി ലാസ്റ്റ് ടൈമിൽ അടക്കം നെയ്മറിനെ സ്കോഡിൽ എടുത്തിട്ടില്ല. അത് നെയ്മർ ഫിറ്റായി ഇരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ടുള്ള കളി നെയ്മർ സാന്റോസിന് വേണ്ടി ഗോൾ അടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സാന്റോസിന്റെ നല്ല നമ്മുടെ ആ ഒരു വേൾഡ് കപ്പിലേക്ക് പുള്ളിക്കാരനെ സെലക്ട് ചെയ്ത അറ്റാക്കേഴ്സിന്റെ ലാസ്റ്റ് കളികളിലെ ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ളത് നെയ്മറിനാണ്. എന്നിട്ട് നെയ്മർ സെലക്ട് ചെയ്യാത്തതിൽ ഇവന്റെ ഒരു ഫാൻ എന്ന രീതിയിൽ എനിക്കും അതുപോലെ തന്നെ ഒരുപാട് ലോകത്ത് ഒരുപാടുള്ള നെയ്മർ ഫാൻസിനും അതിൽ സങ്കടമുണ്ട്. മറുഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ ഓക്കെ മൂപ്പരെ സിസ്റ്റത്തോട് അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മൊത്തത്തിലും ഇത്തരത്തിലുള്ള രണ്ട് ചേരികളായി തിരിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ നിലവിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇനി നെയ്മറിനെ പുള്ളിക്കാരനെ വേൾഡ് കപ്പിലേക്ക് എടുക്കുന്നില്ലതും ആരാധകർ നോക്കി കാണുന്ന സംഭവമാണ്. കാരണം നെയ്മർ ഇല്ലാത്ത വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആകുന്ന ഒന്നല്ല. അങ്ങനെ കാർലോ അൻസെലോട്ടി വലിയ തീരുമാനം എടുത്താൽ തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും അത് ഉണ്ടാവുക. അപ്പൊ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.